ഇന്ന് ഗൈസ് നല്ല മഴയാണ് കേട്ടോ. രാവിലെ 9 മണിക്കാണ് കേട്ടോ ഞാനിത് സ്റ്റാർട്ട് ചെയ്യണത് പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റാണ് ക്യാരറ്റൊക്കെ ചോറ്റിൻ്റെ എടുത്തിട്ടോ. പിന്നെ ഞാൻ ക്യാരറ്റ് ചോറ്റിൻ്റെ പിന്നെ ഞാനെന്താ ക്യാരറ്റ് ചോറ്റിൻ്റെ തന്നെ കുറേ ഉണ്ട്. ഞാൻ എത്ര ക്യാരറ്റ് എടുത്തിട്ടുള്ളത് വെച്ചാൽ ഒരു മീഡിയം സൈസും ഒരു 3 ക്യാരറ്റ് എടുത്തിട്ടുള്ളത്. ഒരു അത്യാവശ്യം നല്ല തടിയുള്ളത്. ഞാൻ ഫസ്റ്റ് വിചാരിച്ചു ഇത് മതിയിരിക്കുന്നു. ഇത് ഒരു ക്യാരറ്റ് ചോറ്റിൻ്റെ ഉണ്ട് കേട്ടോ. അതാണ് ഇത്. ഞാൻ രണ്ടാമത്തതും ചുരണ്ടിട്ടാണ്. മൂന്നാമത്തതും ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 3 ക്യാരറ്റും ചുരണ്ടതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുക, പാല് തിളപ്പിക്കാൻ വെക്കണ്ട കേട്ടോ. പാല് ഞാൻ ഇതിൻ്റെ അടുത്ത് കുറച്ചുണ്ടായിരുന്നു സ്റ്റോക്ക്. അതും പിന്നെ ബാക്കിയൊരു ചെറിയൊരു പെട്ടിപ്പാലും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടെയാണ് എന്ത് ചെയ്യണത്. ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാനിങ്ങനെ ക്യാരറ്റും അതുപോലെ ബ്രെഡും വെച്ചിട്ട് പുഡിങ് ഉണ്ടാക്കുന്നത്. ബ്രെഡും എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് രണ്ടും കൂടെ വെച്ചിട്ട് പുഡിങ് ഉണ്ടാക്കാമെന്ന് കരുതിയത്. അങ്ങനെ ഞാനിതാ ഈ കുഞ്ഞിക്കൈ കാണുന്നത് മോൾത് കേട്ടോ. അതിലിട്ട് ക്ലിമ്പുണ്ട്. ഞാനൊന്ന് തൊട്ട് നോക്കുമ്പോൾ നമ്മളെ ഫോളോ അപ്പാണ് നമ്മളെ മക്കൾ. അപ്പോൾ അതേപോലെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒന്നായിട്ട് ഓളെ പണി ഇതാണ്. എല്ലാം കൂടി പെരുത്തിയിട്ട് ഒന്നായിട്ട് ഇല്ലാത്തടത്തൊക്കെ ആക്കിയിട്ട് ഒന്നായിട്ട് ഒപ്പിച്ചു കൊടുക്കുക. ഇതാണ് പരിപാടി. അപ്പോൾ രാവിലെ ഒക്കെ ഫുഡ് കൊടുക്കാൻ പറഞ്ഞ് ഏൽപ്പിച്ചതാണ്. പക്ഷേ കളി മൊത്തം ഡീലായിപ്പോയി ഗൈസ്. അപ്പോൾ ഇതാ പിന്നെ ഞാൻ നല്ല മഴയാണ് കേട്ടോ. ഇവിടെ മൊത്തത്തിൽ നല്ല മഴയാണ്. അപ്പോൾ ഞാനിത് ചട്ടി ഞാൻ ആദ്യം വെക്കും കേട്ടോ. ചായൻ്റെ അതിലെ ചായപാത്രത്തിലാണ് ഞാൻ പുഡിങ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനത് വെച്ചിട്ട് പിന്നെ ഞാനതിൽ നല്ല കാലാവസ്ഥയാണ് ഇപ്പോൾ, നല്ല മഴയാണ്. അപ്പോൾ ഞാനതിലോട്ട് നല്ല തണുത്ത പാല് കൊണ്ടുപോയി ഒഴിച്ച്, പിന്നെ അതിൻ്റെ അടുത്തുള്ള പെട്ടിപ്പാലുണ്ടെന്ന് പറഞ്ഞില്ലേ, അതാണിപ്പോൾ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ ഗുഡ് ലൈഫിൻ്റെ പെട്ടിപ്പാലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അരൻ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനത് ഒഴിച്ച് കൊടുത്തു കേട്ടോ. ഇങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു ബ്രെഡും പാലും, ഞാൻ പറഞ്ഞില്ല ബ്രെഡ് ക്യാരറ്റ് ചൈന ഗ്രാസ് വെച്ചിട്ട് ബ്രെഡും ക്യാരറ്റും വെച്ചിട്ട് പുഡിങ് ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഞാൻ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പാലും പിന്നെ മറ്റേ മിൽമൻ്റെ ഒരു പാക്കറ്റിൻ്റെ പകുതിൻ്റെ അടുത്തുണ്ടായിരുന്നു. അത് മൊത്തം ഞാൻ തീക്കെടുത്തിട്ടുണ്ട്. പിന്നെ ടേസ്റ്റ് ഉണ്ടാവും എന്താണെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഞാനിവിടെ ചൈന ഗ്രാസ്, ഞാൻ ഈ ഒരു ഇതാണ്ടോ ചൈന ഗ്രാസ് എടുത്തിട്ടുള്ളത്. പ്ലെയിൻ ചൈന ഗ്രാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെട്ടിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ചൈന ഗ്രാസ് പൊട്ടിച്ച് കൊണ്ട് ഞാൻ ചൈന ഗ്രാസ് ഞാൻ ആദ്യമൊക്കെ ചിലവരൊക്കെ വെള്ളത്തിലിട്ട് വെക്കലാണ് ചൈന ഗ്രാസ് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ എന്ത് ചെയ്യണത് നിങ്ങൾ കണ്ടോക്കിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ പുഡിങ് ഉണ്ടാക്കുമ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇത് എന്താ പറയലേ, മോളാണ്ടോ പൊട്ടിക്കണത്. അതാണ് ഇത്ര ടൈമും ഡിലേ എടുക്കണത്. അപ്പോൾ പിന്നെ ഞാൻ ഒന്നുകൂടി കാണിച്ചു കേട്ടോ. ഇത് ഇതിൻ്റെ ഉള്ളിലൊരു നീളത്തിലുള്ളൊരു ചൈന ഗ്രാസാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ പഞ്ചസാര ഇട്ട് കൊടുത്തു കേട്ടോ. ഈ പാലിക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തു. ഞാനൊരു 1.5 കയ്യിലാണ് എടുത്തിട്ടുള്ളത്. ഇതാണ് ഞാൻ ചൈന ഗ്രാസ്. ഫ്രൈ പാനിൽ വെള്ളം വെച്ചിട്ട് അതിലോട്ട് ഇട്ട് കൊടുത്തു ചൈന ഗ്രാസ്. അപ്പോൾ അതിൽ കിടന്നിട്ട് മെൽറ്റായിക്കോളും ഈ വെള്ളത്തിൽ. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് മുമ്പ് ഇത് വെള്ളത്തിലിട്ട് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് അതിൽ കിടന്നിട്ട് നമ്മൾ ചൈന ഗ്രാസ് മെൽറ്റായിക്കൊണ്ടിരിക്കേണ്ടത് ഗൈസ്. അപ്പം എനിക്കാണെങ്കിൽ നാളെ എക്സാമിലാണ് ഞാനിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ പാലിവിടെ ചൂടായി വന്നപ്പോൾ നമ്മൾ ചൊരണ്ടി വെച്ച ക്യാരറ്റില്ലേ, അത് ആ പാലിലോട്ട് ഇട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടാ മോൾ അതിൽ കളിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അതിലോട്ട് ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അതിലോട്ട് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ ചൈന ഗ്രാസ് മെൽറ്റായിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ ഒന്നുകൂടി കാണിച്ചിട്ട് ഏകദേശമൊക്കെ മെൽറ്റായി തുടങ്ങിയിട്ട് നമ്മൾ ചൈന ഗ്രാസ്. അപ്പോൾ ഞാൻ പാലിൽ നമ്മൾ ക്യാരറ്റ് മൊത്തത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടാ. അപ്പോൾ കുറേ ഉണ്ടായിരുന്നു ക്യാരറ്റ്. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് കാരണം ഇങ്ങനത്തെ ഒരു പുഡിങ് നിങ്ങളുടെ ലൈഫിൽ കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ഉണ്ടോ. ഞാൻ എൻ്റെ ഐഡിയ പരമായിട്ട് തോന്നിയാണ്ട് ഞാനങ്ങനെ ഉണ്ടാക്കിയതാണ്. ചൈന ഗ്രാസിൽ ബ്രെഡ് പൊടിച്ചിട്ട് ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കുമ്പോൾ എത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ ചെയ്ത് നോക്കി. നമ്മൾ അങ്ങനെ തന്നെയല്ല ഓരോ കാര്യങ്ങൾ പഠിക്കുക. ചെയ്ത് നോക്കുമ്പോൾ അതിൽ സക്സസ് അല്ലേ. പിന്നെ വീണ്ടും നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ വീണ്ടും അതിൻ്റെ ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പം ഞാൻ ഈ ബ്രെഡ് പൊടിച്ചത് മൊത്തം അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മളെ ക്യാരറ്റ് പാലിലോട്ടിട്ടില്ലേ ആ ഒരു മിക്സ് ഇട്ട് കൊടുത്തിട്ടാണ് ബ്രെഡ്. ഞാനത് നന്നായിട്ട് ഇളക്കിയിട്ടാണ്. നമ്മൾ ബ്രെഡൊക്കെ നന്നായിട്ട് ഇളക്കി ഇത് ചായപാത്രത്തിലായിട്ട് ഉണ്ടാക്കിയുണ്ട്. എന്നിട്ട് അപ്പോൾ ഇതങ്ങോട്ട് ബ്രെഡും കൂടി ആയപ്പോൾ ഇത് കുറുന്നനായിട്ടാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു,
ഫ്ലെയിം ഓഫ് ചെയ്തു. നമ്മൾ ചൈന ഗ്രാസ് പാനിലുള്ളത് ഒന്നായിട്ട് മെൽറ്റായത് ഞാൻ അതിലോട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പം ഇനി ബാക്കിയുള്ളതും കൂടെ ഉണ്ടായിരുന്നു പാനിൽ, അതിലോട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ബാക്കിയുള്ളതും കൂടെ മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ചൈന ഗ്രാസ് എത്ര നമ്മൾ പാനിൽ നിന്ന് വിട്ട് പോരൂല. അപ്പം ഞാൻ കുറച്ചും കൂടെ ഉണ്ടായിരുന്നു, അതും കൂടെ ഞാൻ എന്താ പറയലേ പാനിക്ക് വെള്ളം ഒഴിച്ചിട്ട് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് നമ്മളെ കൂട്ട് എന്ന് പറഞ്ഞാൽ. ഇത്രയേ ഉള്ളൂ ഉണ്ടാക്കാൻ, വലിയ പണിയൊന്നുമില്ല. പക്ഷെ ഇത് കഴിക്കുമ്പോൾ ഞാൻ എന്താ ടേസ്റ്റ് എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കഴിക്കണത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായതിൻ്റെ ഷോട്ട് ഞാൻ വേറെ തന്നെ ഇടാം കേട്ടോ. അപ്പം ഞാനിനി ഈ കൂട്ടുണ്ടല്ലോ, ഇത് ഞാൻ കുറച്ച് നേരം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ച്, ബ്രെഡല്ല അപ്പോൾ ജസ്റ്റും കൂടെ ഒന്നും കൂടി ക്യാരറ്റും ഇല്ല, അപ്പോൾ ജസ്റ്റ് ഒന്ന് വേവിച്ചാൻ വേണ്ടി കുറച്ചും കൂടി നേരം ഫ്ലെയിമിൽ വെച്ചു. ഇനി ഇത് ഞാൻ ഈ എന്താണ് പാത്രത്തിൽ കൊഴിക്കാട്ടോ ഗൈസ്. അപ്പോൾ ഞാനത് പാത്രത്തിൽ കൊഴിച്ചിട്ടുണ്ട് മൊത്തത്തിൽ. ഇനി ഇത് ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി സെറ്റ് ചെയ്ത ശേഷം ഇതിൻ്റെ ഷോർട്ടാക്കിയിട്ട് ഞാൻ ബാക്കിയുള്ളത് വിടട്ടെ. എങ്ങനെയുണ്ട് നമ്മൾ ചൈന ഗ്രാസും ബ്രെഡും കൂടെ യോജിച്ചിട്ടുണ്ടോ, പിന്നെ സെറ്റായിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് ഷോർട്ടിൽ കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ.